ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്റ്റാൻഡ് മിക്സറിൻ്റെ അൺബോക്സ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് നമുക്കിത് എടുക്കാനും ഉപയോഗം കഴിഞ്ഞ ശേഷം എടുത്ത് വെക്കാനൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ ജാറ് നല്ല വലുപ്പമുള്ള ഒരു ബൗളാണ്. ഇതിൽ 3 ബ്ലേഡാണ് വരുന്നത്. ഈ ഒരു ബ്ലേഡ് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് പൊടി കുഴക്കുന്ന ഒരു ഹൂക്കാണിത്. ഇത് പൊടി മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു ബ്ലേഡ് മാറ്റിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ ഈ ജാറ് സ്റ്റെയിൻലെസ് ജാറാണ്. ഇതിൻ്റെ കപ്പാസിറ്റി 5 ലിറ്ററാണ്. നല്ല വലിപ്പമുള്ള നല്ലൊരു ജാറാണിത്. ഇതിൽ നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 15-16 മുട്ടയൊക്കെ ഒന്നിച്ച് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാനൊന്ന് കുടുക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബ്ലേഡ് മുകളിലോട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇതാണ് പൊടി വയ്ക്കുന്ന ഈ ഒരു ഹൂക്ക്. പിന്നെ ഈ ബട്ടൺ ഒന്ന് പുഷ് ചെയ്താൽ നമുക്ക് താത്തുകയും പൊന്തുകയും ചെയ്യാം. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ക്ലോസ് ആവുകയില്ല. അപ്പോൾ കറക്റ്റ് എന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതിലൊന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 8 എഗ്ഗ് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫസ്റ്റ് സ്പീഡിലിട്ട് പിന്നെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇങ്ങനെ 6 സ്പീഡ് വരെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഒരു 4 സ്പീഡ് വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ബീറ്റ് ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ പൊടിയും കൂടെ ഒന്ന് കുഴക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ വെള്ളം വെച്ച് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാം. വാട്ടി വെച്ചിട്ടുള്ള പൊടി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബ്ലേഡൊന്ന് മാറ്റി കൊടുക്കണം. ഈ ഒരു ബ്ലേഡാണ് പൊടി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മുകളിലോട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് പൊടി കുഴച്ചെടുക്കണമെങ്കിൽ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനി വെള്ളം ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇത് ഫസ്റ്റ് സ്പീഡിൽ 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് കറക്കിയ ശേഷം സെക്കൻഡ് സ്പീഡിലേക്കൊന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്പീഡിലിട്ട് 1 മിനിറ്റ് ഒന്നുകൂടി കറക്കിയെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് മതി നമുക്ക് പൊടി കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ പൊടി നല്ലതായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കൈകൊണ്ട് കുഴക്കുന്നതിനേക്കാൾ നല്ല സൂപ്പറായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആട്ടപ്പൊടിയും മൈദയും ഒക്കെ കുഴച്ചെടുക്കാം. കണ്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആട്ട കുഴക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിക്ക് അനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മൈദയും ആട്ടയൊക്കെ കുഴക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കലാണല്ലോ. അതുപോലെ തന്നെയാണ് ഞാനിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ഒരു സ്പീഡിലിട്ട് പിന്നെ രണ്ടാമത്തെ സ്പീഡിലേക്ക് കൂട്ടി കൊടുക്കുക. ഇത് 6 സ്പീഡ് വരെയുണ്ട്, പക്ഷേ എങ്കിൽ 2 സ്പീഡ് മാത്രം മതി ഈ ഒരു പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് മൈദയും കുഴച്ചെടുക്കാം. ഇത് പുഷ് ചെയ്ത് ഒന്ന് പൊന്തിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.